മുഖ്യമന്ത്രി പിണറായി വിജയനും ദുരിതാശ്വാസ പ്രവർത്തകർക്കുമെതിരെ സൈനിക വേഷത്തിൽ വ്യാജപ്രചരണം നടത്തിയ യുവാവിനെതിരെ സൈന്യം തന്നെ രംഗത്ത്. ഉണ്ണി എസ് നായർ എന്നയാൾ സൈനിക വേഷത്തിൽ വ്യാജപ്രചരണം നടത്തുകയായിരുന്നുവെന്ന് വ്യക്തമാക്കി ഇന്ത്യൻ ആർമിയുടെ അഡീഷണൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ ആണ് കുറിപ്പ് പുറത്തിറക്കിയത്. വീഡിയോ വ്യാജമാണെന്ന് തെളിഞ്ഞതോടെ ഇയാൾക്കെതിരെ കേസെടുക്കാൻ DGP ഉത്തരവിട്ടു. രക്ഷാപ്രവർത്തനം സൈന്യത്തെ ഏൽപ്പിക്കുന്നില്ലെന്ന BJP പ്രചാരണം ശക്തമായതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമെതിരെ സൈനികന്റെ വേഷത്തിൽ വീഡിയോ പ്രചരിച്ചത്. വീഡിയോയിൽ മുഖ്യമന്ത്രിയെയും കേരള സർക്കാരിനെയും വളരെ രൂക്ഷമായി ഇയാൾ അധിക്ഷേപിക്കുന്നുമുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസടക്കം ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. രമേശ് ചെന്നിത്തലയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ ഹബീബ് ചെന്നിത്തലയുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് വീഡിയോ ഷെയർ ചെയ്തത്. സൈന്യത്തോട് കേരള സർക്കാരിന് വിരോധമാണെന്നും അതിനാലാണ് സൈന്യത്തെ രക്ഷാപ്രവർത്തനം ഏൽപ്പിക്കാത്തതെന്നും രക്ഷാപ്രവർത്തനം സൈന്യത്തെ ഏൽപ്പിക്കണമെന്നും ഇയാൾ വീഡിയോയിൽ അഭ്യർത്ഥിക്കുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കുന്നതിനപ്പുറമാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് തൊഴുതു പറയുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, സേനയെ വിളിക്കുക. അവർ നിങ്ങളുടെ ഭരണം ഉണ്ടാക്കാനല്ല വരുന്നത്, അവരവരുടെ പണിയെടുത്ത് അന്തസ്സായിട്ട് തിരിച്ചു പോയുള്ളൂ. നിങ്ങളൊരു സഭാഷ് പോലും അവരോട് പറയണ്ട. കാര്യം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്നവരാ. ഞങ്ങൾ ആരുടെയും ഒന്നും പ്രോത്സാഹനം കണ്ടിട്ട് ജീവിക്കുന്നവരല്ല. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് അറിയിച്ച് സൈന്യം തന്നെ രംഗത്തെത്തി. ഉണ്ണി എസ് നായർ എന്നയാൾ സൈനിക വേഷത്തിൽ വ്യാജപ്രചാരണം നടത്തുകയായിരുന്നുവെന്ന് വ്യക്തമാക്കി ഇന്ത്യൻ ആർമിയുടെ അഡീഷണൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ ആണ് കുറിപ്പ് പുറത്തിറക്കിയത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തുകയാണ്. ദുരന്തത്തെ അതിജീവിക്കുക മാത്രമാണ് സൈന്യത്തിന്റെ ലക്ഷ്യമെന്നും സൈന്യം കുറിപ്പിൽ വ്യക്തമാക്കുന്നു. വീഡിയോ വ്യാജമാണെന്ന് സൈന്യം തന്നെ പറഞ്ഞതോടെ ഇയാൾക്കെതിരെ കേസെടുക്കാൻ DGP ഉത്തരവിട്ടു. ന്യൂസ് ഡെസ്ക്.